എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ നോർമലി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളൊരു വെബ്സൈറ്റിൽ കയറും, മണി കൺട്രോളോ അല്ലെങ്കിൽ വാല്യൂ റിസർച്ചോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് അതിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ അവരെന്താണോ നമ്മുടെ അടുത്ത് പറയുന്നത് അതാണ് നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം. നോർമലി അങ്ങനെയാണ് പലവരും നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. റാങ്കിങ്, റേറ്റിംഗ് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആരോടെങ്കിലും വെറുതെ ഫോൺ വിളിച്ച് നമ്മൾ ചോദിക്കും. പക്ഷേ ഈ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി, ആ പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്, ആ നമ്പേഴ്സ് നോക്കി നമുക്ക് തന്നെ ഒരു അഭിപ്രായം, കറക്റ്റായിട്ടുള്ള അഭിപ്രായം വരുത്താൻ പറ്റുവാണെങ്കിലോ ആ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ, ഈ എഡ്യൂക്കേഷണൽ വീഡിയോയിലൂടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും സംസാരിക്കാത്ത ഒരു ഏരിയയാണ്. ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെയുള്ള ആൾക്കാർ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ഒരു സാധാരണ അത് ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തൊരാൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഏരിയ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ 4-5 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ A to Z മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് A to Z പഠിപ്പിക്കുന്ന ഈ കോഴ്സിലേക്ക്, ഫ്രീ ആയിട്ടുള്ള കോഴ്സിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ 8 എപ്പിസോഡ്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ 8 എപ്പിസോഡ്സിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി. നമുക്ക് ചെറിയൊരു കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡായി വരുന്നുണ്ട്. അതിൻ്റെ ബേസിസിൽ, ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഡിമാൻഡ് ബേസിസിൽ മാത്രമാണ് നമ്മൾ ഇന്നേ ദിവസത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെയും ആ 8 വീഡിയോസിൽ ഒന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ അതെന്തായാലും കാണുക. ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കോഴ്സാണ്. ഇൻഫാക്ട് ഈ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കോഴ്സാണ്, അത് എപ്പിസോഡാണ്. അതല്ലാതെ ഈ കോഴ്സും എൻറ്റയർലി നിങ്ങൾ കാണുക. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണുക. വളരെ വാല്യൂ ആഡിങ് ആണെന്നുള്ള കാര്യം 100% ഷുവറാണ്. നമുക്ക് ടെലിഗ്രാമിലും വാട്സാപ്പിലും പിന്നെ ഫേസ്ബുക്കിലും അതല്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കോൺടാക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും ഇൻഡസ്ട്രീസിനെ കുറിച്ചും എക്കണോമിക്സും ഈ പറയുന്ന എക്കോണമിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡിലൂടെ കീപ്പ് ഓൺ, നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ എന്നുള്ളത് ഒരിക്കലും പല രീതിയിലും പോകാതെ ഒറ്റ സൈഡിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും സ്റ്റോക്സിൻ്റെയും എക്കോണമിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ റൂട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കാരണം ആ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിലും വാട്സാപ്പിലും എല്ലായിടത്തും ജോയിൻ ചെയ്യുക. സോ എല്ലാ രീതിയിലും വിൽ സ്റ്റേ കണക്റ്റഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഈ ചാനൽ കാണുമെങ്കിൽ ഈ ചാനലിൽ കണ്ടന്റ് നോക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാവും. കൂടുതലും എക്കണോമിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ചുമാണ് കണ്ടന്റ് ഉള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെറിയ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഈ ചാനലിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് വീക്കെൻഡ് സമയത്ത്. അപ്പോൾ എന്തായാലും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ കണ്ടന്റ് എന്തൊക്കെയാണ് രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ എന്നുള്ള കാര്യം നമ്മൾ കമന്റ് ബോക്സിലും ഇടുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ആർക്കും നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ള ഫസ്റ്റ് പോയിന്റാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഇതിനു മുമ്പുള്ള പല എപ്പിസോഡ്സിലും ഞാൻ ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. പക്ഷേ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്താണ് എക്സാക്ട്ലി എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതാണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പല സ്ക്രിപ്റ്റ്സിലും പല സ്റ്റോക്സിലും പല രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് മാനേജർ പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ 10,000 രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നു. ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് അത് 20-30 കമ്പനീസിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഈ കമ്പനീസിൽ നമ്മൾ എത്ര പ്രാവശ്യം മേടിച്ചു വിറ്റു എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10 സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 സ്റ്റോക്സിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ സ്റ്റോക്ക് സെൽ ചെയ്തു, വേറെ സ്റ്റോക്ക് വാങ്ങിച്ചു, അങ്ങനെ ചേൺ ചെയ്തു എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്നുള്ള നിലയിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് ബോട്ട്, നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്തതോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ സെൽ ചെയ്തതോ, ഇതിൽ ഏതാണ് കുറവ്, ലെസ് എന്ന് പറയുന്നത്, ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, ആ മ്യൂച്വൽ ഫണ്ടിലെ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 100 HDFC ബാങ്കിന്റെ ഷെയർ മേടിച്ചു എന്ന് വിചാരിച്ചു. അറ്റ് ദ സെയിം ടൈം ആ പോർട്ട്ഫോളിയോയിൽ 100 HDFC ബാങ്കിന്റെ ഷെയർ മേടിച്ചു. അതേപോലെ 50 ഇൻഫോസിസിന്റെ ഷെയർ നമ്മൾ വിറ്റു എന്ന് വിചാരിച്ചു. അപ്പോൾ 100 HDFC ബാങ്കിന്റെ ഷെയർ മേടിച്ചു, 50 വിറ്റു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ് ലെസ്സർ എന്ന് പറയുമ്പോൾ ആ 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഞാനൊരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണുന്നത്
ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ചില പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ്. ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ റേഷ്യോ ഇവിടെ എടുക്കാൻ കാരണം അവരുടെ ഫാക്ട് ഷീറ്റ് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ടാണ്. നമ്മൾ ഒരു രീതിയിലും ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടില്ല, നമ്മൾ ഒരു രീതിയിലും അങ്ങോട്ട് ബയസ്ഡും ആവുന്നില്ല. പക്ഷേ ഈ ഫാക്ട് ഷീറ്റ് കൊടുത്തിരിക്കുന്ന രീതി വളരെ ക്ലിയർ ആണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് 0.18 ആണ്. അത് 0.18 എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ടാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. അത് നോക്കുകയാണെങ്കിൽ 0.53 ആണ്. അപ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആക്സിസ് മിഡ് ക്യാപ്പിൽ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കുറച്ചും കൂടി കൂടുതലാണ്. ഇനി ഒരു ഫണ്ടിനെ കൂടി നമുക്ക് നോക്കാം, ആക്സിസ് ഫോക്കസ്ഡ് ഫണ്ട്. ഫോക്കസ്ഡ് ഫണ്ടിനകത്ത് 1.45 ആണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമ്മൾ ആദ്യം സ്മോൾ ക്യാപ്പ് കണ്ടു, മിഡ് ക്യാപ്പ് കണ്ടു, ഫോക്കസ്ഡ് ഫണ്ട് കണ്ടു. ഈ സ്മോളിൽ വളരെ കുറവും മിഡ് ക്യാപ്പ് സ്ലൈറ്റ്ലി കൂടുതലും, അത് കഴിഞ്ഞ് ആക്സിസ് ഫോക്കസ്ഡ് ഫണ്ടിനെ വളരെ നല്ല രീതിയിൽ കൂടുതലായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം സ്മോൾ ക്യാപ്പിൽ വിൽക്കലും വാങ്ങലും ഭയങ്കര കുറവും, ഫോക്കസ്ഡ് ഫണ്ട് ആക്സിസ് ഫോക്കസ്ഡ് ഫണ്ടിൽ വിൽക്കലും വാങ്ങലും ഭയങ്കര കൂടുതലും ആണെന്നാണ് അതിൻ്റെ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എക്സ്പെൻസ് റേഷ്യോ ആയിട്ടാണ്. നമ്മൾ എത്ര പ്രാവശ്യം വിൽക്കുന്നു വാങ്ങുന്നു അതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ എക്സ്പെൻസ് റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് മുമ്പേ തന്നെ കാണാൻ പറ്റും വളരെ കുറവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആക്സിസ് ഫോക്കസ്ഡ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിട്ട് കാണാം. അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ടോ അത്രയും എക്സ്പെൻസ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൂടുന്നത് കൊണ്ട് എക്സ്പെൻസ് കൂടുന്നതുകൊണ്ട് റിട്ടേൺ കുറയണം എന്നില്ല. ഞാൻ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ചില സമയത്ത് കൂടുതലായതുകൊണ്ടായിരിക്കും റിട്ടേൺ വരാൻ കാരണം, പറയാൻ പറ്റില്ല. പക്ഷേ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോർട്ട്ഫോളിയോ ടേൺ ഓവർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും നമ്മൾ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊന്നും റിട്ടേൺസിന് ഡയറക്റ്റ്ലി ബാധിക്കണമെന്നില്ല. ചിലപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൂടുമ്പോഴായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റിട്ടേൺസും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൂടുതലും പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഡെക്സ് ഫണ്ടും ETF നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇൻഡെക്സ് ഫണ്ടും ETFസും പോലെ പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഐഡിയലി കുറവാവേണ്ടതാണ് കമ്പയർ ടു ആക്റ്റീവ്. പക്ഷെ ചില AMCസിൽ നമ്മൾ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഫാക്ട് ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫാക്ട് ഷീറ്റ് നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പാസീവ്ലി മാനേജ് ചെയ്ത ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൂടുതലായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് ഒരു തമ്പ് റൂൾ പ്രകാരം ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ, ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ പാസീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു പോയിന്റ് കൂടെ ഉള്ളത്. ഇനി അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമ്മൾ ഒത്തിരി കേട്ടൊരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ് മ്യൂച്വൽ ഫണ്ട് കോണ്ടെക്സ്റ്റിൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വോളറ്റിലിറ്റി അല്ലെങ്കിൽ ചാഞ്ചാട്ടം ഉണ്ടല്ലോ. കഴിഞ്ഞ ഒരു പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിന്റെ ആവറേജ് റിട്ടേൺസ് ആ പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിന് 12% എന്ന് വിചാരിക്കാം. ആ 12% നിന്ന് എത്ര ചാഞ്ചാടുന്നുണ്ട്, വോളറ്റൈൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ അടുത്ത് പറയുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിൽ 12% ആവറേജ് കൊടുത്ത ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4% എന്ന് വിചാരിക്കും. മനസ്സിലായോ? 12% ആവറേജ് റിട്ടേൺസ് 10 ഇയേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫണ്ടിന്റെ വോളറ്റാലിറ്റി എന്ന് പറയുന്നത് 8% to 16%. കാൽക്കുലേഷൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12% പ്ലസ് 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഹയർ എൻഡ് 16 എത്തിക്കും. 12% മൈനസ് 4 താഴത്തേക്കുള്ള വോളറ്റിലിറ്റി എന്ന് പറയുന്നത് 12 മൈനസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 എന്ന് പറയുന്നത് അതിന്റെ ബോട്ടം റിട്ടേണിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചാഞ്ചാട്ടമാണ്. വോളറ്റിലിറ്റി എത്രത്തോളം വോളറ്റൈലാണ് ആ പെർട്ടിക്കുലർ ഫണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഫണ്ടിന്റെ ഹിസ്റ്റോറിക് പെർഫോമൻസ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഹയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയോ കൂടുതലാവുന്നോ അത്രയും കൂടുതൽ ആ ഫണ്ട് റിസ്കിയാണ് എന്നാണ് ഒരു നോർമൽ
തം റൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ലാർജ് ക്യാപ് ഫണ്ട്സിൻ്റെ കുറച്ചധികം ലാർജ് ക്യാപ് ഫണ്ട്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ള ചുമ്മാ ഒരു കമ്പാരിസൺ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇമേജ് നോക്കിക്കോളൂ. ഇതിനകത്ത് ലാർജ് ക്യാപ് ഫണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് DSP ഉണ്ട്, ബിർള ഉണ്ട്, കോട്ടക് ഉണ്ട്, ICICI ഉണ്ട്, LNT ഉണ്ട്, ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടും ഉണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ കാണാം 23, 20, 20, 19, 20 പിന്നെ 16 എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ICICIയും ആക്സിസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കുറവാണ്. അതിൻ്റെ അടുത്ത് അതിൻ്റെ വോളറ്റാലിറ്റി, അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വിങ് ഈ പെർട്ടിക്കുലർ ഫണ്ട്സിൻ്റെ കുറച്ചും കൂടി കുറവാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനനുസരിച്ചുള്ള സ്റ്റെബിലിറ്റി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ പെർട്ടിക്കുലർ ഫണ്ടിനെ കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ഡെഫിനറ്റ്ലി മറക്കരുത്. ഇനി മൂന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ബീറ്റയാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ തന്നെ നമ്മളെല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സിലും സ്കൂളിലും ഒക്കെ പഠിച്ച് കേട്ടൊരു വാക്കാണ് ബീറ്റ എന്ന് പറയുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ തന്നെ അതിൻ്റെ വോളറ്റിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മനസ്സിലാക്കി പാസ്റ്റ് റിട്ടേൺസിൻ്റെ ബേസുള്ള വോളറ്റിലിറ്റിയാണ്. പക്ഷെ ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് ഉണ്ടല്ലോ, നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരത് കണ്ടിട്ട് വരിക, മറ്റേ മ്യൂച്വൽ ഫണ്ട് കോഴ്സ് ഫുള്ളി കണ്ടിട്ട് വരിക. ആ ബീറ്റ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഇൻഡെക്സ് ആയിട്ട് എത്ര വോളറ്റിലിറ്റി ഈ പെർട്ടിക്കുലർ ഫണ്ടിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാൽക്കുലേഷനാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റയിൽ വെറുതെ സിമ്പിളായിട്ട് ആ പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഇൻഡെക്സ് ആയിട്ട് മാത്രം കമ്പയർ ചെയ്ത് ഇൻഡെക്സിൽ നിന്ന് എത്ര ചാഞ്ചാട്ടം, എത്ര വോളറ്റിലിറ്റി വരുന്നുണ്ടെന്ന് മാത്രം അറൈവ് ചെയ്യുന്ന ഫിഗറാണ് ബീറ്റ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ ഈ എളുപ്പത്തിന് നമുക്ക് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബീറ്റ നമുക്ക് എടുക്കാം. അതിനകത്ത് ഇൻഡെക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിനകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 100 TRI ആണ് ശരിക്കും ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ഈ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 0.94 ആണ്. ഇനി നമുക്ക് ബീറ്റ 0.94 എന്ന് പറയുന്ന ഫിഗർ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കാം. അതായത് ബീറ്റ 1 എന്ന് പറയുന്നത് ഇൻഡെക്സ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫണ്ട് മൂവ് ചെയ്യുക എന്നതാണ് ബീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇനി ബീറ്റ ലെസ് ദാൻ 1 എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിനേക്കാളും കുറവ് വോളറ്റൈലാണ് ആ പെർട്ടിക്കുലർ ഫണ്ട് എന്നുള്ളതാണ് ബീറ്റ ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ICICIയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 0.94 ആണ് ICICIയുടെ ബീറ്റ എന്ന് പറയുന്നത്. 1 ആയിട്ട് വലിയ വ്യത്യാസമില്ല. എന്നാൽ തന്നെ ആ ഇൻഡെക്സ് എത്രയാണ് പെർഫോം ചെയ്യുന്നത്, വോളറ്റൈൽ ആവുന്നത് അതിനേക്കാളും ഇച്ചിരി കുറവായിരിക്കും നമ്മുടെ ആ പെർട്ടിക്കുലർ ICICI പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിൻ്റെ പെർഫോമൻസ്. ഇനി ബീറ്റ മോർ ദൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബീറ്റ മോർ ദൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് അതായത് ഇൻഡെക്സിൽ പെർഫോമൻസിനേക്കാളും വോളറ്റൈലായിട്ടാണ് ആ പെർട്ടിക്കുലർ ഫണ്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള മനസ്സിലാക്കൽ. ഇപ്പോൾ ICICIയുടെ കേസിൽ 0.94 ആണ്, 1നെ കൂടുതലില്ല, 1ന്റെ താഴെയാണ്, ലെസ് വോളറ്റൈലാണ്. ഇതാണ് സിമ്പിളായിട്ട് ബീറ്റയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ബീറ്റ 2 ആണെന്ന് വിചാരിച്ചു. ബീറ്റ 1 കണ്ടു, 1ന്റെ താഴെ കണ്ടു, 1ന്റെ മുകളിൽ കണ്ടു. ബീറ്റ 2 ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ, അതിൻ്റെ മനസ്സിലാക്കൽ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിൻ്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇടണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ബീറ്റ 2 ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഫണ്ട് എങ്ങനെയാണ്, എത്ര വോളറ്റൈലാണ്, എത്ര വോളറ്റിലിറ്റി കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നാലാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ പെർട്ടിക്കുലർ ഫണ്ട് സെബി റെഗുലേഷൻ്റെ പ്രകാരം സെബിയുടെ റെഗുലേഷൻ എല്ലാം പ്രകാരം ആ പെർട്ടിക്കുലർ ഫണ്ട് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആ ഫണ്ടിനെ ചാർജ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ ചാർജ് ചെയ്യുന്ന റേറ്റിനാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. എക്സ്പെൻസ് റേഷ്യോ ഒരു ഇക്വിറ്റി ഫണ്ടിന് സെബി റെഗുലേഷൻ അനുസരിച്ച് മാക്സിമം 2.25% പോവാം. ഇക്വിറ്റി ഫണ്ട്സിന്, ഡെറ്റ് ഫണ്ട്സിന് മാക്സിമം 2% വരെയാണ് പോകാൻ പറ്റത്തുള്ളൂ. എക്സ്പെൻസ് റേഷ്യോ ഡയറക്ട്ലി ലിങ്ക് ടു റിട്ടേൺ ആണ്. നമുക്കറിയാം എക്സ്പെൻസ് റേഷ്യോ എത്രയും കൂടുന്നോ അത്രയും നമ്മുടെ റിട്ടേൺസിനെ ബാധിക്കും. അതുകൊണ്ടാണ് ചില ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിന് എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നത്, ചില റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിന് എക്സ്പെൻസ് റേഷ്യോ കൂടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഈ ഫണ്ടിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇതിന്റെ ഫണ്ട് മാനേജ്മെന്റ്
ഫീസ്, ഫണ്ട് മാനേജർക്ക് കൊടുക്കേണ്ട എക്സ്പെൻസ്, പിന്നെ സെയിൽസ് പ്രൊമോഷൻ ഡിസ്ട്രിബ്യൂഷന് കൊടുക്കേണ്ട എല്ലാ എക്സ്പെൻസും ഈ എക്സ്പെൻസ് റേഷ്യോയിൽ കവേർഡ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ സത്യം. നമ്മൾ ചിലപ്പോൾ ഒരു പുതിയൊരു ഫണ്ട് വരുമ്പോൾ NFO എന്നൊക്കെ പറഞ്ഞ HDFCയുടെ ഒക്കെ ഫണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ എക്കണോമിക് ടൈംസിൽ ഒരു പേജ് ഫുൾ ഇരിക്കുന്നത് കാണാം. അതൊക്കെ ഈ പറയുന്ന ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോയ്ക്ക് അകത്ത് വരുന്ന ചില എക്സ്പെൻസുകളാണ്. അത് നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചില ലാർജ് ക്യാപ് ഫണ്ട്സിന് കുറെ ഹയർ എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവും, ചില ലാർജ് ക്യാപ് ഫണ്ട്സിന് അത്രയും ഹയർ എക്സ്പെൻസ് റേഷ്യോ കാണത്തില്ല. അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ ഇച്ചിരി കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് കമ്പയർ ചെയ്ത അതേ ലാർജ് ക്യാപ് ഫണ്ട്സിന്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഈ കാണുന്നത്. DSP, ബിർല, കോട്ടക്, ICICI ഇത്രയും ഫണ്ട്സിന്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കുറവ് ഉള്ളത് ആദ്യത്തെ ബിർല ഫ്രണ്ട് ലൈൻ ഇക്വിറ്റിയുടെ ആണ്. അത് 1% എക്സ്പെൻസ് റേഷ്യോ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് ആണ് നമ്മളൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ അനാലിസിസ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടേതായിട്ടൊരു അഭിപ്രായം കൊണ്ടുവരാൻ, അല്ലെ വല്ലവരും പറഞ്ഞു കേട്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് കേൾക്കുന്ന ഒരു അഭിപ്രായം അല്ല നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് വേണ്ട. നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിന്റെ എന്താണ് എക്സാക്ട് സ്റ്റേറ്റസ് എന്ന് മനസ്സിലാക്കാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് എന്താണെന്നും, അത് നിങ്ങൾ സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന്റെ ഫാക്ട് ഷീറ്റ് എടുക്കുക. അതിനകത്ത് ഇത്രയും പോയിന്റ്സ് എല്ലാം നമ്മൾ പറയുന്ന പോലെ എന്തൊക്കെയാണെന്ന് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി ഒരു ഐഡിയ കിട്ടും. ഇനി ഭാവിയിലും ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഭാവിയിൽ എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഡേറ്റ നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി 9th സെഷൻ നമ്മുടെ കഴിയുകയാണ്. 10 സെഷനാണ് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ പോണ്ടി വരും. കാരണം ഇനിയും ഡെപ്ത് ആയിട്ട് നമ്മൾ കുറേ മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് കഴിഞ്ഞിട്ട് ചെറിയൊരു ക്വിസ് ഉണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ഗിവ് അവേസും ടേക്ക് അവേസും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ 10th സെഷൻ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.